ഈ നക്ഷത്രം എന്താണ് ഇതിനർത്ഥം? ഭൂമിയിൽ എന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ സൂചനയാണത്. ഇതാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണം. ദൈവപുത്രൻ ഭൂമിയിൽ പിറവിയെടുക്കുവാൻ സമയമായി. നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ സൂചനയാണിത്. ദൈവപുത്രനോ? സൂചനയോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇതിന് പിന്നിലുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിച്ചമുണ്ടാകട്ടെ. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാകട്ടെ. ആദം, ഇന്നു മുതൽ നീയാണ് ഈ ഏദൻ തോട്ടത്തിന്റെ സംരക്ഷകൻ. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും. ഹവ്വ, ആദം, ഹവ്വ, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതെ, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. അത് ഭക്ഷിച്ചാൽ ഞങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. മണ്ടത്തരം! അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുകയും ചെയ്യും. ആദം, നീ എവിടെയാണ്? തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയം ഒളിച്ചതാണ്.
നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിച്ചോ? അന്ന് എനിക്ക് കൂട്ടിന് വന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഞാനത് തിന്നു. ഹൗവ, നീ എന്താണ് ചെയ്തത്? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. ഈ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. ഹൗവ, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും. അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദം, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലായാപനം ചെയ്യും. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. പിന്നീട് എന്തുണ്ടായി? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൽ മുഴുകി ജീവിച്ചു. ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ ആഞ്ഞുവീശി. എന്നിട്ട് 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ഭൂമി മുഴുവൻ ജലം കൊണ്ട് നിറഞ്ഞു. എങ്കിലും നീതിമാനായ ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തു. നീതിമാനായ ഒരുവനോ? ആരാണത്? അവന്റെ പേര് നോഹ. നോഹ, നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. അങ്ങ് പറഞ്ഞതിൻ പ്രകാരം പിന്നീട് മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് നന്മയിൽ ജീവിച്ചോ? പിന്നീടും മനുഷ്യൻ പാപത്തിൽ മുഴുകി. എങ്കിലും ഈ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ അനുസരിച്ച് ജീവിച്ച ഒരുവനുണ്ടായി. അവനിൽ നിന്നും ദൈവം തന്റെ ജനതയെ സൃഷ്ടിച്ചു. ആരാണ് അദ്ദേഹം? അബ്രഹാം. അബ്രഹാം, കുട്ടിയുടെ മേൽ കൈവെക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ദൈവം തിരഞ്ഞെടുത്ത ജനത ദൈവത്തെ അനുസരിച്ചില്ല. അവർ മറ്റു ദേവന്മാരെ ആരാധിച്ചു പോന്നു. എന്നാൽ പിന്നീട് അവർ ഈജിപ്തിന്റെ അടിമത്തത്തിലായി. അപ്പോൾ ദൈവം തന്റെ ജനതയെ ഉപേക്ഷിച്ചോ? ഒരിക്കലുമില്ല. തന്റെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ എന്നും ഉണ്ടായിരുന്നു. തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തു. അവന്റെ പേര് മോശ. ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാചനകൾ ഞാൻ അറിയുന്നു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ദേശം തേടി പോകും ദൈവത്തിൻ ജനമേ, വഴികളിലെല്ലാം കാവലായി ദൈവമിതാ.
തേനും പാലും ഒഴുകിയിടും ദേശം കാണാൻ പോകുന്നു. ചെങ്കടൽ മാറി പാത തുറക്കും താതനവൻ. ഇസ്രായേലിൻ ദൈവം ശക്തനായ ദൈവം, ദുരിതക്കടലിൽ താഴാതെന്നും കാത്തിടുമേ. തൻ പ്രിയസുതരെ കാരുണ്യത്താൽ പോറ്റിടുമേ. കാനാൻ ദേശം തേടി പോകും ദൈവത്തിൻ ജനമേ, വഴികളിലെല്ലാം കാവലായി ദൈവമിതാ. തേനും പാലും ഒഴുകിയിടും ദേശം കാണാൻ പോകുന്നു. ചെങ്കടൽ മാറി പാത തുറക്കും താതനവൻ. ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന് വാഗ്ദാനമായി കാനാൻ ദേശം നൽകി. അവിടെ അവർ ഒരു ജനതയായി വളർന്നു. അവർക്കായി അവിടുന്ന് രാജാക്കന്മാരെ തിരഞ്ഞെടുത്തു. ആ രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ദാവീദ്. ആട്ടിടയ ബാലനായ ദാവീദിനെ ദൈവം രാജാവായി ഉയർത്തി. ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്നെടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ വീണ്ടും പാപം ചെയ്തു. ദൈവത്തിന് ഈ ജനത്തിന്റെ മേൽ ഒരു പദ്ധതിയുണ്ടാവും. അങ്ങ് പറഞ്ഞത് ശരി തന്നെ. ദൈവം തന്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ തയ്യാറായി. ദൈവപുത്രനെയോ? അതെ, അവിടുത്തെ വരവറിയിക്കാൻ ദൈവം പ്രവാചകന്മാരെ അവരുടെ അടുക്കലേക്ക് അയച്ചു. ആരെല്ലാമായിരുന്നു ആ പ്രവാചകന്മാർ? ദൈവജനമേ കേൾക്കുക. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു നക്ഷത്രം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെട്ടു. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നിറവേറ്റും. ദൈവപുത്രന്റെ ആഗമനം ഇനി വൈകില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. പുത്രന്റെ വരവിനെ ജെറേമിയ പ്രവാചകനും പ്രവചിച്ചു. ജനമേ കേൾക്കുവിൻ, ദൈവം ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. അവൻ രാജാവാകുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. മിക്ക പ്രവാചകനും അപ്രകാരം തന്നെ ഉദ്ഘോഷിച്ചു. ഇസ്രായേലെ കേൾക്കുവിൻ, ബത്ലഹേം എഫാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കാൻ വരുന്നവൻ എനിക്കായി നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ പിറന്നവനാണ്. കിഴക്ക് നാം കണ്ട നക്ഷത്രവും ബെത്ലഹേമിനെയും വരാനിരിക്കുന്ന രക്ഷകനെയും കുറിച്ചുള്ള പ്രവചനങ്ങളും നിറവേറാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് പറഞ്ഞത് ശരി തന്നെയാവും. ഈ നക്ഷത്രം നമ്മെ രക്ഷകന്റെ അരികിൽ എത്തിക്കും. ദൈവപുത്രന്റെ ജനനത്തിനായി അവിടുന്ന് തിരഞ്ഞെടുത്ത ആ പുണ്യവതി ആരായിരിക്കും? ശാരോണിൻ പനിനീർ സുഗന്ധം പാരാകെ ഉണർത്തിയ
യാക്കോബിൻ്റെയും റേച്ചലിൻ്റെയും മകനായ ജോസഫ്, യോവാക്വിൻ്റെയും അന്നയുടെയും മകളായ മറിയം, മോശയുടെ നിയമം അനുസരിച്ച് ഞാൻ നിങ്ങളുടെ വിവാഹ നിശ്ചയം ആശീർവദിക്കുന്നു. മറിയം നന്മ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നീ ഭയപ്പെടേണ്ട, ദൈവം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവൻ കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിൽ അവൻ ചിരകാലം വാഴും. അവന്റെ രാജ്യത്തിന് അന്ത്യം ഉണ്ടാവുകയില്ല. ഇതാ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. Mentes tu vorum visita, imple superna gratia. അണഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം. ഭൂലോകനാഥന്റെ അമ്മയാകാൻ നന്ദിയോടോർക്കുന്നു കന്യാസുതർ ഞങ്ങൾ. മേരി മാതാവേ, നിൻ ത്യാഗാർപ്പണം ഓരോ ഗ്രീഷ്മരാത്രിയിൽ. ജോസഫ്, മറിയം, നീ ഇവിടെ? നിദ്രയിൽ ഒരു ദൈവദൂതൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധാത്മാവ് എന്റെ മേൽ ആവസിക്കുന്നു. ലോകരക്ഷകന് ജന്മം നൽകുവാൻ അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ പറയുന്നത് ശരി തന്നെയോ? നീ ഇപ്പോൾ സമാധാനത്തിൽ മടങ്ങുക. എന്തു വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. മറിയം പറഞ്ഞത് സത്യം തന്നെയോ? പുറത്തു പറഞ്ഞാൽ ആരാണിത് വിശ്വസിക്കുക? എങ്കിലും അവളെ അപമാനിതയാക്കാൻ ഞാൻ തയ്യാറല്ല. രഹസ്യമായി ഉപേക്ഷിച്ചാലോ? ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കുക. ഇത് ദൈവഹിതമാണ്. അവൾ ഒരു പുത്രന് ജന്മം നൽകും. അവന് യേശു എന്ന് പേരിടണം. തന്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിക്കും. എന്ത്? അത് സ്വപ്നം തന്നെ ആയിരുന്നു? ഇല്ല, ഇത് സത്യം തന്നെ. ദൈവത്തിന്റെ സന്ദേശമായിരുന്നു അത്. ദൈവം എന്നോട് സംസാരിച്ചു. മറിയം പറഞ്ഞത് സത്യം തന്നെ. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന: എല്ലാവരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ ചെന്ന് പേര് രേഖപ്പെടുത്തണമെന്ന് ഇതിനാൽ വിളംബരം ചെയ്യുന്നു.
പ്രഭോ, അങ്ങയെ ദർശിക്കുവാൻ കിഴക്ക് നിന്ന് 3 ജ്ഞാനികൾ എത്തിയിരിക്കുന്നു. ജ്ഞാനികളോ? വരാൻ പറയൂ. ഉത്തരവ് പ്രഭോ. ഹെറോദേസ് രാജാവിന് വന്ദനം. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്നു. യഹൂദരുടെ രാജാവ് ഈ കൊട്ടാരത്തിലാണ് പിറവിയെടുത്തത് എന്നന്വേഷിച്ച് എത്തിയതാണ്. യഹൂദന്മാരുടെ രാജാവോ ഈ കൊട്ടാരത്തിലോ? നിങ്ങളോട് ആരാണ് ഈ അസംബന്ധം പറഞ്ഞത്? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് യാത്ര തിരിച്ചതാണ്. ഇവിടെ ഈ കൊട്ടാരം കണ്ടപ്പോൾ അന്വേഷിച്ചുവെന്ന് മാത്രം. അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്ത പക്ഷം ഞങ്ങളെ പോകുവാൻ അനുവദിച്ചാലും. ശരി, പൊയ്ക്കൊള്ളുക. അങ്ങനെ ഒരു ശിശുവിനെ കണ്ടെത്തിയാൽ എന്നെയും വിവരം അറിയിക്കുക. എനിക്കും അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ശരി പ്രഭു. ജോസഫ്, ഇനി എത്ര ദൂരമുണ്ട് ബെത്ലഹേമിലേക്ക്? ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. നമ്മൾ ബെത്ലഹേമിൽ എത്തിയിരിക്കുന്നു. നീ നോക്കൂ, ഇവിടെ മുഴുവൻ ജനങ്ങൾ തിങ്ങിയിരിക്കുന്നു. എങ്കിലും നമുക്കായൊരു ഭവനം ലഭിക്കുമോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവൾ വളരെ അവശയായിരിക്കുന്നു. ഇന്ന് ഈ രാത്രി ഞങ്ങളിവിടെ തങ്ങുവാൻ അനുവാദം നൽകിയാലും? ഇവിടെ സ്ഥലമില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അതാ അവിടെ കൂടി തിരക്കാം. ഞങ്ങൾ നസ്രത്തിൽ നിന്ന് വരുന്നു. എന്റെ ഭാര്യ വളരെ ക്ഷീണിതയായിരിക്കുന്നു. ഇന്നീ രാത്രി ഇവിടെ തങ്ങാൻ അനുവദിക്കൂ. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? ഏയ്, ഇത് കയ്യില്ല. നിങ്ങൾക്ക് പോകാം. ജോസഫ്, എനിക്ക് തീരെ വയ്യ. അതാ അവിടെ ഒരു വെളിച്ചം കാണുന്നു. നമുക്ക് അവിടെ കൂടി അന്വേഷിക്കാം. പെയ്യുന്ന നേരം അതിമോദം ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.
നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നു, ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും, ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തിപ്പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും, ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു.
വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank, misfortune seemed his lot. He got into a drifted bank, and we got upset. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white, so throw it while you're young. Take the girls tonight and sing the sleighing song. Just get a bobtail nag, 240 for his speed. Then hitch him to an open sleigh and crack, you'll take the lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells,